വെൽക്കം ബാക്ക് ടു ഫ്രീ ഫയർ മാക്സ് ഗൈസ്. ഞാൻ ഇന്ന് കളിക്കാൻ പോകുന്നത് ഗൈസ് നമ്മുടെ സ്വന്തം ഫ്രീ ഫയർ മാക്സ് ആണ് ഗൈസ്. കളി ഇവിടെ തുടങ്ങാറായി. എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇത് ജയിക്കണം, അത്രയൊക്കെ ഉള്ളൂ. ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ തോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. നമ്മളെ സ്കിഡ് ഗെയിമിൻ്റെ അടിപൊളി പ്ലെയിൻ, നമ്മുടെ സ്കിഡ് ഗെയിംകാരാണ് ഗൈസ് ഇതൊക്കെ ഇറക്കിയത് തന്നെ. നമ്മുടെ ടീമിനകത്ത് ഇത്ര ആൾക്കാരാണോ? അത് സീനൊന്നുമില്ല, ഒരു സീനുമില്ല. നമുക്ക് നേരെ ഡൈവ് ചെയ്ത് താഴോട്ട് പോവാം. ആ പാരഷൂട്ട് ഓൺ ചെയ്യണമല്ല, വെറുതെ ചാവില്ലേ ഗൈസ്. നമ്മൾ എപ്പോഴും എടുത്ത മാപ്പ് തന്നെയാണ് ഗൈസ് ഞാൻ ഇപ്പോഴും എടുത്തിട്ടുള്ളത് ഗൈസ്. കഴിഞ്ഞ കളിക്കകത്ത് ഞാൻ ബോയ എടുത്തിട്ട് നിങ്ങളൊക്കെ എനിക്കൊരു ഒറ്റ ലൈക്കോ വ്യൂസ് പോലും ഗൈസ് നിങ്ങൾ എനിക്ക് തന്നില്ല ഗൈസ്. അതെന്താണെന്ന് എനിക്ക് അറിയില്ല ഗൈസ്. നിങ്ങൾ എനിക്കൊരു വ്യൂസ് പോലും തന്നില്ല ഗൈസ്. ഇവിടെ ഏതൊരു പൊട്ടൻ നിൽപ്പുണ്ട്, അവൻ ഏതെങ്കിലും ഒരു പൊട്ടനാവട്ടെ ഗൈസ്. നമുക്ക് സീൻ ഇല്ല, നമുക്കൊരു വണ്ടി വേണം. വണ്ടി ഉണ്ടെങ്കിൽ ഇവനെയൊക്കെ എപ്പം കൊന്നെന്ന് വെച്ചാൽ മതി ഗൈസ്. അവൻ നമ്മുടെ ടീമേറ്റാണ്, വേറൊരുത്തനെ ഞാനവിടെ കണ്ട്. അയ്യോ സോറി ഗൈസ്, വണ്ടിയല്ല ഗണ്ണ്. ഗൺ കിട്ടി. ഗണ്ണ് ഇവിടെ കാണുമെന്ന് എനിക്കറിയാമായിരുന്നു ഗൈസ് മുമ്പേ ഗൈസ്. അവിടെ എന്തോ വലിയ യുദ്ധം, അവിടെ യുദ്ധം നടക്കാൻ നമുക്ക് വെറുതെ കയറാൻ നിൽക്കണ്ട ഗൈസ്. അവിടെ പോയിട്ട് അവന്മാർ യുദ്ധത്തിന് പോയി. അപ്പോൾ ഗൈസ് നമ്മൾ മാത്രമായിട്ട് യുദ്ധത്തിന് പോവാതിരിക്കുന്ന നാണക്കേട്. അപ്പോൾ ഗൈസ് നമുക്ക് മാക്സിമം ലൂട്ട്സും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ട് അങ്ങോട്ടങ്ങ് പോവാം അല്ലേ. അപ്പോൾ അത്രയല്ലേ ഉള്ളൂ, അങ്ങോട്ട് പോവാണ് ഗൈസ്. ഒരു സീനും ഇല്ല. ലൂട്ട്സ് കളക്ട് ചെയ്യുക, അങ്ങോട്ട് പോവുക, അടിയിടുക, അടിച്ചിടുക, ഹെഡ്ഷൂട്ട് അടിച്ചിട്ട് ഡൗൺ ആയിട്ട് താഴെ ഇടുക, എന്നിട്ട് അവൻ്റെ ലൂട്ടും കാര്യങ്ങളും കണക്ട്. അവിടെ അടുത്ത് നിൽപ്പുണ്ടേ, ഇവളെ കറക്റ്റ് എയിം ചെയ്തിട്ടേ. എയിം കിട്ടുന്നില്ല, ഭയങ്കര ഓട്ടം. എന്തൊരു ഓട്ടമാണ് കഴിച്ച് ഓടുന്നത്, എയിമിൽ പോലും കിട്ടുന്നില്ല. എന്തോ എയിമിൽ പോലും കിട്ടുന്നില്ല, ഭയങ്കര ഓട്ടമാണ് അവൾ ഓടുന്നതേ. അടുത്ത പ്രാവശ്യം നമുക്ക് തീർക്കണം ഗൈസ്. അവൾ എങ്ങോട്ട് ഓടിയതെന്ന് പോലും എനിക്കത് കാണാൻ വയ്യ. അവൾ എങ്ങോട്ട് ഓടി ഗൈസ്, അവൾ ഓടിപ്പോയി. അവനാണോന്ന് എനിക്കറിയാൻ വയ്യ. ആരോ ഓടിപ്പോയി ഇങ്ങോട്ടെ. കിട്ടിയായിരുന്നെങ്കിൽ അടിച്ച് പൊട്ടിക്കായിരുന്നു, വെടി വെച്ചിട്ടേ അടിച്ച് കയറി. അയ്യോ അതെന്തുവാ പോളേ, ചുമ്മാ മനുഷ്യനെ ടെൻഷനാക്കാൻ വേണ്ടി. ആരെയും കാണുന്നില്ല, നമുക്ക് സൈലന്റ് കില്ല് ചെയ്യാം. നമുക്ക് നൈസിന് പോയിട്ട് ആരും അറിയത്തില്ല, ഒരൊറ്റ വെടിവെപ്പ് തീരും അവൻ, അതോടെ അവൻ തീരും. അങ്ങനെ നമുക്കൊരു കില്ല് ചെയ്താലോ? അല്ല ബാക്കിൽ കൂടെ വന്നിട്ട് നമുക്കൊരു കില്ല് ചെയ്താലോ? ആരെങ്കിലും നിൽപ്പുണ്ടെങ്കിൽ അങ്ങനെ ഒരു കില്ല് നമുക്ക് ചെയ്യണം. ആ കില്ല് എനിക്ക് ചെയ്യണമെന്നുണ്ട് ഗൈസ്, പക്ഷെ പറ്റുന്നില്ല. അമ്മമാരിപ്പം തന്നെ സ്വന്തമായിട്ട് ചാവാറായി എല്ലാം കൂടെ. 30 പേരെങ്ങാണ്ടായി. കളി തുടങ്ങിയപ്പോൾ 40 ഉണ്ടായിരുന്നു. ഞാനിവിടെ 0 കില്ലും. അവിടെ ആരോ നിൽപ്പുണ്ട് ഗൈസ്. ഇതാണ് ഗൈസ് നമ്മൾ സൈലന്റ് കില്ല്. എന്നെ അറിഞ്ഞത് പോലും ഇല്ല. ഇഷ്ടം പോലെ ആൾക്കാർ നിൽപ്പുണ്ട് ഗൈസ്. എൻ്റെ ഫോൺ ചെറുതായിട്ട് സ്റ്റക്ക് ആവുന്നുണ്ട്, സീനില്ല ഗൈസ്. അവിടെ ഇഷ്ടം പോലെ ആൾക്കാർ നമ്മളെ വെടിയും കൂടെ വെക്കും. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. എന്തായാലും ഒരുത്തനെ എയിം ചെയ്ത് അടിക്കാൻ നോക്കുവാണ്. ഇവളെയാണ് ഗൈസ് ഞാൻ മുമ്പേ അടിക്കാൻ നോക്കിയതേ. ഇവള് പിടി തരുന്നില്ല, അതുകൊണ്ടാണ് എനിക്ക് മുമ്പേ അടിക്കാൻ പറ്റും. ഇവളെയാണ് ഗൈസ് ഞാൻ മുമ്പേ അടിക്കാൻ നോക്കിയത്. ഇവളാണ് എനിക്ക് പിടി തരാനുള്ളത്. ഇവളെ ഇന്ന് എനിക്ക് തീർക്കണം ഗൈസ്. ഇവിടെ നിറച്ച് ലൂട്ട്സും കാര്യങ്ങളും എന്നെ അടിക്കുന്നുണ്ടോ ഓരോരുത്തവന്മാരും. ഇതാണ് എനിക്ക് ദേഷ്യം വരുന്നത്. നമ്മൾ നൈസായിട്ട് കളിച്ചു പോകുമ്പോ ഉണ്ടല്ലോ ഇത് കയറി വരും, പിന്നെ നമ്മുടെ സമാധാനം പോവും. അത്രയേ ഉള്ളൂ. ഞാൻ ഒരാളെ ഒന്ന് കൊന്നിട്ടുണ്ട്, തീർത്തു. നൈസിന് ഒരാളെ ഞാനങ്ങ് തീർത്തിട്ടുണ്ട്. ഇത്രയൊക്കെ മതി. ലൂട്ട് കളക്ട് ചെയ്ത് ആളില്ലാതാക്കും. അതേക്കത്തുള്ള പരിപാടിയാണ് കാണിക്കുന്നത്.
കണ്ടു ഗൈസ്. അവൻ നമ്മളെയും കണ്ട്, ഞാൻ അവനെയും കണ്ടു. ഒരു സീനുമില്ല, പുറവേ പോയി ബാറ്റ് വെച്ചിട്ട് ഒരു ഒറ്റ അടി. അവൻ നമ്മുടെ ടീമാണ്. അവൻ നമ്മുടെ ടീംമേറ്റാ. അവൻ എല്ലാത്തിനെയും ഒതുക്കി വാരി. അവൻ നമ്മുടെ ടീംമേറ്റ്. അവൻ കുറച്ച് സ്കില്ലാടിയാണെന്നാണ് തോന്നുന്നത്. കുറച്ച് സ്കില്ലും നല്ലോണം ഉണ്ട്. ഏതോ ഒരുത്തൻ അവൻ എല്ലാത്തിനെയും പടമാക്കി. ഞാനൊരു ഇനി ആകെ 7 പേരും. അതിൽ ബാക്കിയെല്ലാം നമ്മുടെ ടീംമേറ്റ്സ്. നമുക്ക് ബോയ എടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ബോയ എടുത്തായിരുന്നെങ്കിൽ നല്ലതായിരുന്നു അല്ലേ. നമ്മുടെ ടീംമേറ്റ്സിനെ കൂടെ കൊല്ലാൻ പറ്റുമായിരുന്നെങ്കിൽ അതിനെക്കാട്ടി നല്ലതായിരുന്നു. ഇവിടൊന്നും ആരും കാണുന്നില്ല. പൊസിഷനൊക്കെ ഓക്കെ, പക്ഷെ ഈ ഓടുന്ന പൊസിഷൻ ഓക്കെ അല്ല ഗൈസ്. നമുക്ക് ഈ ഓടുന്ന പൊസിഷൻ കുറച്ചുകൂടെ ഹാങ് ആയതുകൊണ്ട് ഗൈസ്. അതിൻ്റെ ഇടയ്ക്കാണ് മെസ്സേജ് വന്നേക്കുന്നു. ഓടുന്ന പൊസിഷൻ കുറച്ചും കൂടെ നല്ലതായിരുന്നേനെ എന്ന് പറഞ്ഞാലേ കുറച്ചും കൂടെ അടിപൊളിയായിട്ട് നമുക്ക് ഓടാൻ പറ്റുമായിരുന്നെങ്കിൽ. ഇവരൊന്നും അറിയില്ല ഇതെന്താണോ കാണുക ഗൈസ് ഓടുന്നത്. വഴിയില്ല പ്രാന്തന്മാരെയൊക്കെ കണക്ക് ഇതാ ഓടുന്നൊക്കെ. അവിടുത്തെ നമ്മുടെ ടീംമേറ്റ്സ് തന്നെ അവിടെ നിൽപ്പുണ്ട്. ആ ടീംമേറ്റിനെ പോയി അടിക്കണം. അവൻ എന്തുവായി കാണിക്കുന്നവൻ. നമുക്ക് എന്തായാലും വണ്ടി ഓട്ടോ ഓടിക്കാം. ഈ ഓട്ടോ ചില ഓട്ടോയിൽ ആരെങ്കിലും കയറുന്നോ? പകരെ നിങ്ങളുടെ ജീവനിങ് വന്നാൽ മതി. ഞാനത് ബൊയ അടിച്ചോളാം. ബേസ് നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോവാം. ഓക്കെ, സീനില്ല. ഏതെങ്കിലും ഒരു മനുഷ്യനെ കണ്ടാൽ അടിച്ചിടുക, അതേ ഉള്ളൂ. ബേസ് അവിടെ നമ്മുടെ സീൻ നടന്ന സ്ഥലമാണ്. അവിടെ ആരെയും കാണുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇഷ്ടംപോലെ ലൂട്ടുണ്ട്. നമുക്കിപ്പോൾ വേണ്ട. ആരോ അവന്മാർ തന്നെത്താനെ അടിച്ച് ചത്തെന്നാണ് തോന്നുന്നത്. അവിടെ ആൾക്കാർ കാണാൻ ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല അവിടെ ആൾക്കാരുണ്ടെന്ന്. ഇറങ്ങിയിട്ടേ പോയി തീർക്കാം ഗൈസ്. ഇറങ്ങിയിട്ട് പോയി തീർക്കണം. അവിടെ ആൾക്കാരുണ്ടെന്നാണ് തോന്നുന്നതേ. ഒരു മെഡിക്കറ്റ് യൂസ് ചെയ്യട്ടെ, ഹീൽ ചെയ്യട്ടെ ഞാൻ തന്നെത്താനെ. അല്ലെങ്കിൽ പണിയാവും. ആ ടീം മെമ്പേഴ്സൊന്നും നമ്മളെ രക്ഷിക്കാൻ കാണത്തില്ല. ഉടായിപ്പന്മാരൊക്കെ അങ്ങ് 10-16 കിലോമീറ്റർ അകലെയാ. അപ്പം നമ്മളെ രക്ഷിക്കാനൊന്നും ആരും കാണത്തില്ല. ഇവിടെ മറഞ്ഞിരുന്നിട്ട് നൈസായിട്ട് ബോയാൻ കടിക്കാം അല്ലേ. നല്ല ബുദ്ധിയില്ലേ ഗൈസ്. അത് മതി. ഇഷ്ടംപോലെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഫാനുണ്ട്. എനിക്കില്ല, അതാ വേണമെന്നില്ല. വാളുണ്ടോ? ആളുടെയും കയ്യിലില്ല. ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നേനെ. പക്ഷെ വാളെന്തായാലും ആളുടെയും കയ്യിലില്ല. നമ്മുടെ അടുത്ത് അതിനു മുമ്പേ ഞാൻ ഓടട്ട കഴിച്ച് ഇടുന്നു. എനിക്ക് വയ്യ, ശ്വാസം മുട്ടിച്ചാവാൻ. ഞാൻ എന്തായാലും അങ്ങോട്ട് ഓടുവാണ്. ഇവിടെ ഒന്നും ആൾക്കാരൊന്നും ഇല്ലേ. എവിടെ പോയി ഗൈസ് എല്ലാം. ഇപ്പോഴും 6 അവന്മാർ തന്നെ ജീവനോടുണ്ട്. നമ്മൾ തന്നെ കളത്തിൽ ഇറങ്ങേണ്ടി വരും ഗൈസ്. നമ്മൾ തന്നെ കളത്തിൽ ഇറങ്ങേണ്ടി വരും. പോയേ, വേറെ പണിയൊന്നുമില്ല. ഇതാണ് എനിക്ക് ദേഷ്യം വരുന്നത്. ഞാൻ ഏതോ ഒരു ബട്ടണിൽ പിടിച്ച് നെക്കിയതാ. ഇതോടെ തീർന്നു. മഴയൊന്നും ഇവിടൊന്നും കാണുന്നില്ലല്ലോ. ഇവന്മാരൊക്കെ എവിടെ പോയി കാണും ഗൈസ്. എനിക്ക് ആരെങ്കിലും ഒന്ന് കൊല്ലാൻ പറ്റുമോ? കൊല്ലണ്ടല്ലേ. നമുക്ക് സൈലന്റ് ആയിട്ടങ്ങ് വിളിച്ചാൽ അവസാനം അവനെ തട്ടാം. അതല്ലേ നല്ലത്. ഇവിടെ ഒരു കാരവാൻ ഉണ്ട്. ഇതിൻ്റെ അകത്തോട്ട് കയറാം. ലൂട്ടുണ്ട്. ലൂട്ട് കിട്ടി. അവിടെ ആരും ഉണ്ട്. എന്നെ ഏതോ ഒരുത്തൻ വെടി വെച്ചു. നമ്മുടെ ടീംമേറ്റ്സ് തന്നെ. സീനില്ല.
നമ്മുടെ ടീമേറ്റ് ആണെങ്കിലും ഇവനെ ഗൈസ് നമുക്ക് തീർക്കണം. ഗൈസ് നമ്മുടെ ടീമേറ്റ് ആണെങ്കിലും ഗൈസ് ഇവനെ നമുക്ക് തീർക്കാൻ പറ്റുമെന്ന് നോക്കണം ഗൈസ്. നമ്മുടെ ടീമേറ്റ് ആണെങ്കിലും അങ്ങനെയാണെങ്കിൽ നല്ലതായിരുന്നേനെ അല്ലേ ഗൈസ്. ഇനി കുറച്ച് പേരെയും കൂടെ തീർത്താൽ മതി. കാരണമേ ഇവിടെ നമ്മളാണെന്ന് തോന്നുന്നു അതിപ്പോൾ അടക്കി വരുന്നതേ, അല്ലാതെ ആരും ആയാൻ. നമ്മളൊക്കെ ഒരു കില്ലാടി തന്നെയല്ലേ ഗൈസ്. ദാ ഇവിടെ നിന്ന് ആരും ഇല്ല, നമ്മളും നമ്മുടെ ഫ്രണ്ട് ടീമേറ്റും. ഗൈസ് ഇവൻ്റെ പേരാണെന്ന് തോന്നുന്നു റാബിൻ. എന്താണ്ട ഇവൻ്റെ പേരും കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മളെ രണ്ടാമത്തെ ആൾ വന്നു, നമ്മളെ വലിയ ടീമേറ്റ്. നമുക്ക് എന്തായാലും ഇത് കാണിക്കാം. എന്താണ്ടൊരു വലിയൊരു ഇത് വരുന്നു. ഇതിനെ അങ്ങ് വെടിവെച്ച് താഴെയിടാൻ പറ്റുന്നു. ആരെയോ ഒന്ന് നേരത്തോട്ട് വരുന്നു. നേരത്തോട്ട് വരുമ്പോൾ എനിക്കൊന്ന് പുതിയ മാച്ച് കളിക്കാനുള്ള പിള്ളേരായിരിക്കും. നമുക്ക് അവനെ തീർക്കാൻ പറ്റും നോക്കാം. പുതിയ മാച്ച് കളിക്കാനുള്ള ഒരുത്തന. അവനെ തീർത്താൽ നമുക്ക് ഒരു കാര്യമില്ല. നമുക്ക് നമ്മുടെ എനിമീസിനെ തീർക്കേണ്ടത്. അവന്മാരെ തീർത്താലേ പ്രയോജനം വല്ലതും ഉള്ളൂ, അല്ലാതെ മറ്റേ പൊട്ടന്മാരെ തീർത്തിട്ട് ഒരു പ്രയോജനവും ഇല്ല. അവർക്ക് എവിടെ പോയതാ കാണുന്നില്ല. മനുഷ്യനെ തുടിപ്പിക്കാൻ വേണ്ടി മേലിൽ കയറാൻ പറ്റുമോ? പിന്നെ അവനെങ്ങനെ കയറി? നീ എങ്ങനെ കയറിയടാ? എനിക്ക് കയറാൻ പറ്റുന്നില്ല. എന്നെ കൂടെ ഒന്ന് പഠിപ്പിച്ചാടാ. നമ്മളിപ്പോൾ വീണേനെ. നമുക്കിതൊന്നും പറ്റത്തില്ല. അതൊക്കെ കില്ലാടി അല്ല. ഞാനും ഒരു കില്ലാടിയാണല്ലോ. ഞാൻ കില്ലാടിയാ, പിന്നെ എനിക്കും കയറാൻ പറ്റും. ഫ്രീ ഫയർ എല്ലാവർക്കും ഒരേ കണക്കാണ് കയറാൻ പറ്റേണ്ടുന്നത്. ഇവനെ അയ്യോ ചത്ത് എൻ്റെ അമ്മോ. എൻ്റെ അമ്മ അത് എന്തൊരു സ്പീഡിലല്ലേ പോകുന്നത്. അയ്യോ എനിക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയേ പറ്റൂ, അല്ല ഞാനിപ്പം മരിക്കും ഉറപ്പാം. അയ്യോ അതങ്ങ് എത്തി. അയ്യോ നമ്മൾ മരിക്കും ഉറപ്പാ മരിക്കും. ഭയങ്കര സ്പീഡാണ് ഗൈസ്. നമ്മളെ കയ്യിലുള്ള സ്വർഗത്തെ സ്പീഡ്. എൻ്റെ അമ്മ നൈസായിട്ട് കയറി. നമ്മളെ നല്ല റണ്ണെടുത്തല്ലേ. ഫൈനൽ ഫൈറ്റ് 5 അലി. എല്ലാ ശത്രുക്കളാ. ഇനി ടീമേറ്റും ആരും എല്ലാ ശത്രുക്കളാ. നമ്മളും കുറെ പിള്ളേരും പിന്നെ ഒറ്റ ഒരാളും കൂടെ. അയാളെ നമ്മളെ ടീമേറ്റ് നോക്കുമായിരിക്കും അല്ലേ. നമ്മളെ മുമ്പിൽ പെട്ടാൽ നമുക്ക് നോക്കാം. ഫൈനൽ ഫൈറ്റ് ആയി 5 പേര്. എനിക്ക് തോന്നുന്നു ഇനി ഫുള്ളും ശത്രുക്കളാണ്. നമ്മളെ ടീമേറ്റ് ശത്രുക്കളാ. നമ്മുടെ ടീമേറ്റ് മരിച്ചില്ലെന്നാ തോന്നുന്നത് ഗൈസ്. പോളി ആ ഒരു സീന് എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. 2 കളിയായിട്ട് നമ്മളാണ് ഗൈസ് കിങ് ബോയ എടുക്കുന്നതേ. അപ്പം നമുക്ക് എന്തായാലും ബാക്കിലേക്ക് പോയിട്ട് നമ്മുടെ കളി അങ്ങ് നിർത്താം. അപ്പം ഗൈസ് ഇവരൊക്കെയാണ് ഗൈസ് നമ്മുടെ ബോയ എടുത്തവർ. ഇവരൊക്കെയാണ് നമ്മുടെ ബോയ എടുത്തവർ, നമ്മുടെ ടീമും പിന്നെ കുറേ ആൾക്കാരും. അപ്പം ഗൈസ് ഇത്രയുള്ള ഗൈസ് നമ്മുടെ വീഡിയോ. എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ പീസ് ഔട്ട്.